ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ഭഗവത്ഗീത മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ഭഗവത്ഗീതയെക്കുറിച്ച് ഒരു മഹാത്മ്യം ആമുഖം ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ 2 വീഡിയോകളായി ചെയ്ത അതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തോടു കൂടെ ആമുഖം പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് കരുതുന്നുണ്ട്. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. വൃന്ദാവന നിവാസികൾക്കാർക്കും കൃഷ്ണനെക്കുറിച്ചല്ലാതെ ചിന്തയുണ്ടായിരുന്നില്ല. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ പിതാവായ നന്ദമഹാരാജാവിനെ പോലും ഇന്ദ്രദേവനെ ആരാധിക്കുന്നതിൽ നിന്നു വിലക്കി. എന്തെന്നാൽ ജനങ്ങൾ ദേവന്മാരെ പൂജിക്കേണ്ടതില്ലെന്ന സത്യം സിദ്ധമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു. അവർ പരമപുരുഷനെ മാത്രം ആരാധിച്ചാൽ മതി. കാരണം അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അവിടുത്തെ ധാമമാണ്. ഭഗവത്ഗീതയിലെ 15-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം ശ്രീകൃഷ്ണൻ്റെ ധാമത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. എൻ്റെ പരമമായ ധാമം സൂര്യചന്ദ്രന്മാരാൽ പ്രകാശിക്കപ്പെടുന്നില്ല. വൈദ്യുതിയോ അഗ്നിയോ അതിനെ പ്രകാശിപ്പിക്കുന്നില്ല. അവിടെ എത്തുന്നവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരുന്നുമില്ല. ആ സനാതനമായ ആകാശത്തെക്കുറിച്ചുള്ളതാണ് ഈ വിവരണം. നമുക്ക് ആകാശത്തെക്കുറിച്ച് ഒരു ഭൗതിക ധാരണയുണ്ട്. നാം അതിനെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയോടൊക്കെ ബന്ധപ്പെടുത്തുന്നു. എന്നാൽ ഈ ശാശ്വത വ്യോമത്തെ സൂര്യനോ ചന്ദ്രനോ വൈദ്യുതിയോ അഗ്നിയോ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ആത്മീയ ആകാശം പരമപുരുഷനിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശരശ്മികളാൽ, അതായത് ബ്രഹ്മജ്യോതിസാൽ പ്രകാശിതമാണ്. മറ്റു ഗ്രഹങ്ങളിലെത്താനും നാം പാടുപെടുകയാണ്. എന്നാൽ പരമപുരുഷൻ്റെ വാസസ്ഥാനമെന്തെന്നറിയാൻ വിഷമമില്ല. ഈ ധാമത്തെ ഗോലോകം എന്നാണ് വിളിക്കുന്നത്. ബ്രഹ്മസംഹിതയിൽ ഇത് പറയുന്നുണ്ട്. ബ്രഹ്മസംഹിതയിൽ ഇത് മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. ഭഗവാൻ ശാശ്വതമായി സ്വധാമമായ ഗോലോകത്തിൽ വസിക്കുന്നു. എങ്കിലും ഈ ലോകത്തിൽ നിന്നു തന്നെ അവിടുത്തെ സമീപിക്കാം. ഇതിനു വേണ്ടി ഭഗവാൻ യഥാർത്ഥ രൂപമായ സച്ചിദാനന്ദ വിഗ്രഹം പ്രകടിപ്പിക്കാൻ അവതരിക്കുന്നു. ഈ രൂപം അവിടുന്ന് പ്രദർശിപ്പിക്കുമ്പോൾ അവിടുന്ന് എങ്ങനെ ഇരിക്കുമെന്ന് സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. ഇത്തരം ഭാവനാസങ്കല്പങ്ങളെ നിരുത്സാഹപ്പെടുത്താനായി അവിടുന്ന് അവതരിച്ച് സ്വയം ശ്യാമസുന്ദരനായി ദർശനം തരുന്നു. നിർഭാഗ്യകരമെന്നു പറയട്ടെ, അല്പമേധസ്സുകൾ അവിടുത്തെ പുച്ഛിക്കാം. കാരണം അവിടുന്ന് നമ്മളിൽ ഒരാളായി വന്ന് നമ്മോടൊത്ത് ഒരു മനുഷ്യജീവിയായി വിഹരിക്കുന്നു. എന്നാൽ അക്കാരണത്താൽ നാം ഭഗവാനെ നമ്മളിൽ ഒരാളായി കണക്കാക്കരുത്. യഥാർത്ഥമായ സ്വന്തം രൂപത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനാവുകയും സ്വധാമത്തിലെ ലീലകളുടെ പകർപ്പ് ഇവിടെയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതുവഴി തൻ്റെ സർവശക്തിത്വമാണ് അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തുന്നത്. ആത്മീയ ആകാശത്തിലെ ദ്യോതമാന രശ്മികളിൽ അസംഖ്യം ഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നു. പരമധാമമായ കൃഷ്ണലോകത്തു നിന്ന് ബ്രഹ്മജ്യോതിസ് പ്രസരിക്കുന്നു. അഭൗതികങ്ങളായ ആനന്ദമയ ചിന്മയ ഗ്രഹങ്ങൾ ഈ രശ്മികളിൽ ചരിക്കുന്നു. ഭഗവാൻ പറയുന്നുണ്ട്, ആ ആത്മീയ ആകാശത്തെ പ്രാപിക്കാൻ കഴിയുന്ന ഒരാൾക്ക് പിന്നീട് ഭൗതികാകാശത്തിലേക്ക് ഇറങ്ങി വരേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. ഭൗതിക ആകാശത്തിൽ നാം ഏറ്റവും ഉന്നത ഗ്രഹമായ ബ്രഹ്മലോകത്തെ പ്രാപിച്ചാലും പിന്നെ ചന്ദ്രനെ പറ്റി എന്തു പറയാൻ? ആ ബ്രഹ്മലോകത്തെ നമ്മൾ പ്രാപിച്ചാൽ ജീവിതത്തിലെ ജന്മമൃത്യുരോഗ വാർദ്ധക്യങ്ങളായ എല്ലാ ദശകളും കാണുന്നു. ഭൗതിക അസ്തിത്വത്തിൻ്റെ ഈ 4 ദശകളിൽ നിന്ന് ഭൗതിക പ്രപഞ്ചത്തിലെ ഒരു ഗ്രഹവും മുക്തമല്ല തന്നെ. ജീവസത്തകൾ ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ യാന്ത്രികമായ ക്രമീകരണങ്ങളിലൂടെ മാത്രം നമുക്കിഷ്ടമുള്ള ഏതു ഗ്രഹങ്ങളിലേക്കും പോകാൻ നമുക്ക് സാധ്യമല്ല. മറ്റു ഗ്രഹങ്ങളിലേക്ക് പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഒരു വഴിയുണ്ട്. ഗ്രഹാന്തരയാത്രയ്ക്ക് ഒരു യാന്ത്രിക ക്രമീകരണവും ആവശ്യമില്ല. ഭഗവത്ഗീത നിർദ്ദേശിക്കുന്നു. ചന്ദ്രൻ, സൂര്യൻ, ഉന്നത ഗ്രഹങ്ങൾ ഇവയെ സ്വർഗലോകം എന്ന് വിളിക്കുന്നു. ഗ്രഹങ്ങൾക്ക് 3 വ്യത്യസ്ത നിലകളുണ്ട്. ഉച്ച, മധ്യമ, നീച ഗ്രഹവ്യൂഹങ്ങൾ. ഭൂമി മധ്യഗ്രഹവ്യൂഹത്തിൽപ്പെടുന്നു.
ഉന്നത ഗ്രഹവ്യൂഹങ്ങളിലേക്ക്, ദേവലോകത്തിലേക്ക് ലളിതമായ മാർഗത്തിലൂടെ എങ്ങനെ യാത്ര ചെയ്യാം എന്ന് ഭഗവത്ഗീത നമ്മെ അറിയിക്കുന്നു. ആ പ്രത്യേക ദേവനെ ആരാധിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ചന്ദ്രനിലേക്കോ സൂര്യനിലേക്കോ മറ്റ് ഉന്നത ഗ്രഹവ്യൂഹങ്ങളിലേക്കോ പോകാം. എങ്കിലും അത്തരം ഭൗതിക ഗ്രഹങ്ങളിലേക്ക് പോകാൻ ഭഗവത്ഗീത നമ്മെ ഉപദേശിക്കുന്നില്ല. കാരണം നാം ഏറ്റവും ഉന്നത ഗ്രഹമായ ബ്രഹ്മലോകത്തിലേക്ക് ഏതെങ്കിലും യാന്ത്രിക ക്രമീകരണം ഉപയോഗിച്ച് ഒരുപക്ഷെ 40,000 കൊല്ലം, അത്ര കാലമൊക്കെ ആരാണാവോ ജീവിക്കുക, എന്നാലും യാത്ര ചെയ്ത് എത്തിയാൽ തന്നെ അവിടെയും ഭൗതിക അസ്വാരസ്യങ്ങളായ ജന്മമൃത്യുരോഗ വാർദ്ധക്യങ്ങൾ കാണും. പരമഗ്രഹമായ കൃഷ്ണലോകത്തെയോ ആത്മീയ ലോകത്തെയോ ആത്മീയ ആകാശത്തിലെ മറ്റ് ഗ്രഹങ്ങളെയോ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഈ ഭൗതിക അസ്വാരസ്യങ്ങൾ സ്പർശിക്കുകയേയില്ല. ആത്മീയ ആകാശത്തിലെ ഗ്രഹങ്ങൾക്കിടയിൽ ഒരു പരമഗ്രഹമുണ്ട്, ഗോലോക വൃന്ദാവനം. ആദിപുരുഷനായ ശ്രീകൃഷ്ണൻ്റെ ധാമത്തിലെ ആദ്യ ഗ്രഹമാണത്. ഈ വിവരങ്ങളെല്ലാം ഭഗവത്ഗീതയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭൗതിക പ്രപഞ്ചം വിട്ട് ആത്മീയ ആകാശത്തിൽ യഥാർത്ഥ ആനന്ദമയ ജീവിതം എങ്ങനെ തുടങ്ങണമെന്നും അതിൽ നിർദ്ദേശിക്കുന്നു. ഭഗവത്ഗീതയുടെ 15-ാമത്തെ അധ്യായത്തിൽ ഭൗതിക ലോകത്തിൻ്റെ യഥാർത്ഥ രൂപം കാട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: മുകളിലേക്ക് വേരുകളും താഴേക്ക് ചില്ലകളുമുള്ള ഒരു വൃക്ഷമായി ഭൗതിക പ്രപഞ്ചം വിവരിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഊർധ്വമൂലമായ ഒരു വൃക്ഷത്തെ പരിചയമുണ്ട്. നദിയുടെയോ ജലാശയത്തിൻ്റെയോ തീരത്തു നിന്നാൽ മരങ്ങൾ തല കീഴായി പ്രതിബിംബിച്ചു കാണും. ശാഖകൾ താഴേക്ക് പോകുന്നു, വേരുകൾ മേൽപോട്ടും. ഈ ഭൗതിക ലോകവും അതുപോലെ ആത്മീയ ലോകത്തിൻ്റെ പ്രതിബിംബമാണ്. ഭൗതിക ലോകം യഥാർത്ഥത്തിൻ്റെ നിഴൽ മാത്രം. നിഴലിൽ യാഥാർത്ഥ്യമില്ല, അസ്തിത്വവുമില്ല. എന്നാൽ നിഴലിലൂടെ നമുക്ക് വസ്തുവും യാഥാർത്ഥ്യവും ഉണ്ടെന്നറിയാൻ കഴിയും. മണലാരണ്യത്തിൽ ജലമില്ല, എങ്കിലും മരീചിക ജലമുണ്ടെന്ന് തോന്നിപ്പിക്കുന്നു. ഭൗതിക പ്രപഞ്ചത്തിൽ ജലമില്ല, സന്തോഷമില്ല. യഥാർത്ഥ ജലവും യഥാർത്ഥ സന്തോഷവും ആത്മീയ ലോകത്തിലാണുള്ളത്. ആത്മീയ ലോകം എങ്ങനെ പ്രാപിക്കാമെന്ന് ഭഗവാൻ അരുളി ചെയ്യുന്നു. നിർമാനമോഹനായ ഒരാൾക്ക് അവ്യയപദം അല്ലെങ്കിൽ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കാൻ കഴിയും. എന്താണിതിനർത്ഥം? നാം പദവികൾക്കു പിന്നിൽ അലയുന്നു. ചിലർക്ക് സാർ പദവി വേണം, ചിലർക്ക് പ്രഭുവാകണം, മറ്റു ചിലർക്ക് പ്രസിഡൻ്റാകണം, ധനികനാകണം, രാജാവാകണം, മറ്റെന്തെങ്കിലും ആകണം. ഇത്തരം പദവികളോട് ബന്ധപ്പെട്ടു നിൽക്കുന്നിടത്തോളം കാലം നാം ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കും. കാരണം ഈ പദവികളെല്ലാം ശരീരത്തിനുള്ളതാണ്. പക്ഷേ നാം ഈ ശരീരങ്ങളല്ല. ആത്മീയ സാക്ഷാത്കാരത്തിൻ്റെ ആദ്യ പടിയാണ് ഈ അറിവ്. നാം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവയിൽ നിന്ന് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലൂടെ മുക്തനാകണം. ഭക്തിയുത ഭഗവത് സേവനവുമായി നാം ബന്ധിതരാവുന്നില്ലെങ്കിൽ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് മോചിതരാവുകയില്ല. പദവികളും ബന്ധങ്ങളുമെല്ലാം കാമം അഥവാ ആഗ്രഹം മൂലമാണ്. ഭൗതിക പ്രകൃതിയെ ജയിച്ചടക്കാനുള്ള നമ്മുടെ ആഗ്രഹം മൂലം ഭൗതിക പ്രകൃതിയെ കീഴടക്കാനുള്ള ഈ പ്രവണത ഉപേക്ഷിക്കാത്തിടത്തോളം കാലം സനാതനധാമത്തിലേക്ക്, പരമപുരുഷൻ്റെ സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധ്യമല്ല തന്നെ. ശാശ്വതവും അനശ്വരവുമായ ആ സാമ്രാജ്യം ഭഗവത് സേവനത്തിൽ നിലകൊള്ളുന്ന മിഥ്യാ ഭൗതികാനുഭൂതികളിൽ ഭ്രമിക്കാത്ത ഒരാൾക്ക് പ്രാപിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് എളുപ്പത്തിൽ ഭഗവത് ധാമം പ്രാപ്തമാണ്. ഭഗവത്ഗീതയിൽ മറ്റൊരിടത്ത് ഭഗവാൻ ഇങ്ങനെ പറയുന്നു: അവ്യക്തമെന്നാൽ അപ്രകടിതമെന്നർത്ഥം. ഭൗതിക പ്രപഞ്ചം തന്നെ പരിപൂർണമായി നമുക്ക് മുന്നിൽ പ്രകടമല്ല. ഭൗതിക പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളെയെല്ലാം കാണാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്ര അപര്യാപ്തമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. വേദസാഹിത്യത്തിൽ എല്ലാ ഗ്രഹങ്ങളെയും കുറിച്ചും വിവരം ലഭ്യമാണ്. അവയെ നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ അവിശ്വസിക്കാം. എല്ലാ പ്രധാന ഗ്രഹങ്ങളെയും വേദസാഹിത്യം, പ്രത്യേകിച്ചും ശ്രീമദ് ഭാഗവതം വിവരിക്കുന്നുണ്ട്. ഭൗതികാകാശത്തിനുപരിയായ ആത്മീയ ലോകത്തെ അവ്യക്തം, അപ്രകടിതം എന്നും വിവരിക്കുന്നു. നാം ആഗ്രഹിക്കേണ്ടതും അനുധാവനം ചെയ്യേണ്ടതും പരമസാമ്രാജ്യത്തെയാണ്. കാരണം
അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടതില്ല. പരമപുരുഷൻ്റെ ആ ധാമത്തിലേക്ക് എങ്ങനെ പോകാം എന്ന ചോദ്യം പിന്നീട് ഉയർന്നു വന്നേക്കും. ഇതേപ്പറ്റിയുള്ള വിവരം 8-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നു: ജീവിതാന്ത്യത്തിൽ എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരത്യാഗം ചെയ്യുന്നവൻ എൻ്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കുന്നു. ഇതേപ്പറ്റി ശങ്ക വേണ്ട. മരണസമയത്ത് കൃഷ്ണനെ സ്മരിക്കുന്നവർ കൃഷ്ണൻ്റെ അടുക്കിലേക്ക് പോകുന്നു. കൃഷ്ണരൂപം സ്മരിക്കണം. ഈ രൂപം സ്മരിച്ചുകൊണ്ട് ശരീരത്യാഗം ചെയ്താൽ തീർച്ചയായും ആത്മീയ സാമ്രാജ്യം തന്നെ പ്രാപിക്കും. മദ്ഭാവം എന്നാൽ പരമപുരുഷൻ്റെ പരമമായ ഗുണം എന്നർത്ഥം. പരമപുരുഷൻ സച്ചിദാനന്ദ വിഗ്രഹനാണ്. അതായത് തൽസ്വരൂപം ശാശ്വതവും ജ്ഞാനപൂർണവും ആനന്ദമയവുമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ശരീരം സച്ചിദാനന്ദമല്ല, ഇത് അസത് ആണ്, സത് അല്ല. ഇത് ശാശ്വതമല്ല, നശ്വരമാണ്. ഇത് ചിത്, ജ്ഞാനപൂർണമല്ല, അജ്ഞാനപൂർണമാണ്. നമുക്ക് ആത്മീയ സാമ്രാജ്യത്തെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ഭൗതിക ലോകത്തെ പറ്റിയും നമുക്ക് സമ്പൂർണ്ണ ജ്ഞാനമില്ല. ഇവിടെയും നമുക്ക് അജ്ഞാതരായ ഒട്ടേറെ വസ്തുക്കളുണ്ട്. നമ്മുടെ ശരീരവും നിരാനന്ദമാണ്. ആനന്ദപൂർണമാകേണ്ടതിനു പകരം അത് ദുരിതപൂർണമാണ്. ഭൗതിക ലോകത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും ശരീരോദ്ഭൂതമാണ്. ഭഗവത് സ്മൃതിയോടെ, പരമദിവ്യോത്തമ പുരുഷ സ്മൃതിയോടെ ശരീരത്യാഗം ചെയ്യുന്നവൻ സച്ചിദാനന്ദ ശരീരത്തെ പ്രാപിക്കുന്നു. ഭൗതിക ലോകത്തിലുള്ള ശരീരത്യാഗവും ഇതര ശരീരലാഭവും ക്രമീകൃതമാണ്. ഏത് തരത്തിലുള്ള ശരീരമാണ് അടുത്ത ജന്മത്തിൽ ഉണ്ടാവുക എന്ന് തീർച്ചയായതിനു ശേഷമേ ഒരാൾ മരിക്കുന്നുള്ളൂ. ജീവസത്തയല്ല, മറിച്ച് അതിലുയർന്ന അധികാരികളാണ് ഈ തീരുമാനമെടുക്കുന്നത്. ജീവിതത്തിലെ പ്രവൃത്തികളനുസരിച്ച് നാം ഉയരുകയോ താഴുകയോ ചെയ്യും. അടുത്ത ജീവിതത്തിലേക്കുള്ള തയ്യാറെടുപ്പാണ് ഈ ജന്മം. ആകയാൽ ഈ ജന്മത്തിൽ തന്നെ ഭഗവത് സാമ്രാജ്യം പ്രാപിക്കുവാൻ നാം തയ്യാറെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഭൗതിക ശരീരത്യാഗത്തിന് ശേഷം ഭഗവത് സമമായ ആത്മീയ ശരീരം നമുക്ക് ലഭ്യമാകും. മുമ്പ് പറഞ്ഞ പോലെ ബ്രഹ്മവാദി, പരമാത്മവാദി, ഭക്തൻ എന്നിങ്ങനെ 3 വിധം അതീന്ദ്രിയന്മാരുണ്ട്. അതുപോലെ ബ്രഹ്മജ്യോതിസ്സിൽ ആത്മീയാകാശം, അസംഖ്യം ആത്മീയ ഗ്രഹങ്ങളുണ്ട്. ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളെക്കാൾ ഇവയുടെ സംഖ്യ വളരെ വളരെ വലുതാണ്. ഭൗതിക പ്രപഞ്ചം സൃഷ്ടിയുടെ ഏകദേശം 1/4 ഭാഗം മാത്രമാണ്. ഈ ഭൗതിക ഖണ്ഡത്തിൽ തന്നെ കോടാനുകോടി പ്രപഞ്ചങ്ങളും അതിലേറെ ഗ്രഹങ്ങളും ആദിത്യന്മാരും നക്ഷത്രങ്ങളും ചന്ദ്രന്മാരുമുണ്ട്. എന്നാൽ ഈ ഭൗതിക സൃഷ്ടി മുഴുവനും തന്നെ സമഗ്ര സൃഷ്ടിയുടെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. സൃഷ്ടിയുടെ അധിക ഭാഗവും ആത്മീയ ആകാശത്തിലാണ്. പരബ്രഹ്മത്തിൽ ലയിക്കുവാൻ ആഗ്രഹിക്കുന്നയാൾ പരമപുരുഷൻ്റെ ബ്രഹ്മജ്യോതിസ്സിലേക്ക് ഉടനെ മാറ്റപ്പെടുകയും തദ്വാരാത്മീയാകാശം പ്രാപിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ സഹചാരിത്വം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തൻ അസംഖ്യമായ വൈകുണ്ഠഗ്രഹങ്ങളെ പ്രാപിക്കുന്നു. പരമപുരുഷൻ ചതുർബാഹുവായ നാരായണൻ എന്ന പൂർണ്ണ വിസ്തരണത്തോടും പ്രദ്യുത്മനൻ, അനിരുദ്ധൻ, ഗോവിന്ദൻ തുടങ്ങിയ വിവിധ നാമങ്ങളോടും അവിടെ അവർക്ക് സഹചാരികളാവുകയും ചെയ്യുന്നു. ജീവിതാന്ത്യത്തിൽ ഒരു അതീന്ദ്രിയൻ ബ്രഹ്മജ്യോതിസിനെയോ പരമാത്മാവിനെയോ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനെയോ സ്മരിക്കുന്നു. എങ്ങനെയായാലും അവർ ആത്മീയാകാശത്തെ പ്രാപിക്കുന്നു. പക്ഷേ പരമപുരുഷനുമായി വ്യക്തിഗത സമ്പർക്കമുള്ള ഒരു ഭക്തൻ മാത്രമേ വൈകുണ്ഠഗ്രഹങ്ങളെയോ ഗോലോക വൃന്ദാവന ഗ്രഹത്തെയോ പ്രാപിക്കുന്നുള്ളൂ. ഇതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഭഗവാൻ കൂട്ടിച്ചേർക്കുന്നു. ഇത് ഉറപ്പായി വിശ്വസിക്കേണ്ടതാണ്. നമ്മുടെ ഭാവനയുമായി യോജിക്കുന്നില്ല എന്ന കാരണത്താൽ നാം ഒന്നും തള്ളിക്കളയരുത്. നമ്മുടെ മനോഭാവം അർജുനൻ്റേതുപോലെയാകണം. അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു എന്നതായിരിക്കണം. ആകയാൽ മരണസമയത്ത് തന്നെ ബ്രഹ്മമായോ പരമാത്മാവായോ പരമദിവ്യ പുരുഷനുമായോ സ്മരിക്കുന്ന ആൾ ആത്മീയാകാശം പ്രാപിക്കുമെന്ന് ഭഗവാൻ പറയുമ്പോൾ ഇതിൽ ശങ്കയില്ല തന്നെ. അതിനെ അവിശ്വസിക്കുക എന്ന പ്രശ്നമേയില്ല. ഭഗവത്ഗീതയിലെ 8-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു: മരണസമയത്തെ ഭഗവത് സ്മരണയിലൂടെ ആത്മീയ സാമ്രാജ്യപ്രാപ്തി സംഭവിക്കുന്നതിൻ്റെ സാമാന്യ തത്വവും വിവരിക്കുന്നുണ്ട്. ഏതൊരു തരം അസ്തിത്വത്തെ ഒരാൾ ശരീരത്യാഗ സമയത്ത് സ്മരിക്കുന്നുവോ അടുത്ത ജന്മത്തിൽ അതേ നില തന്നെ പ്രാപിക്കുന്നു. സംശയമില്ല. ഭൗതിക പ്രകൃതി പരമപുരുഷൻ്റെ ഒരു ശക്തിയുടെ പ്രകടനമാണെന്ന് നാം ആദ്യമായി മനസ്സിലാക്കണം. വിഷ്ണു പുരാണത്തിൽ പരമപുരുഷൻ്റെ സമഗ്ര ശക്തികളെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
പരമപുരുഷന് നമ്മുടെ ചിന്തയ്ക്കും അതീതമായി അസംഖ്യം വിവിധ ശക്തികളുണ്ട്. എങ്കിലും വിജ്ഞരായ മഹർഷിമാർ അല്ലെങ്കിൽ മുക്തന്മാർ ഈ ശക്തികളെ അപഗ്രഥിച്ച് 3 തരത്തിലാക്കി തിരിച്ചിട്ടുണ്ട്. എല്ലാ ശക്തികളും വിഷ്ണുശക്തി, അതായത് വിഷ്ണു ഭഗവാന്റെ വിവിധ ശക്തിവിശേഷങ്ങളാണ്. ആദ്യത്തേത് പര, അതീന്ദ്രിയം, ജീവസത്തയും മുമ്പ് പറഞ്ഞതുപോലെ ഉപരിശക്തിയിൽ പെടുന്നു. മറ്റു ശക്തികൾ, അതായത് ഭൗതിക ശക്തികൾ, തമോ ഗുണത്തിലുള്ളവയാണ്. മരണസമയത്ത് നമുക്ക് ഭൗതിക പ്രപഞ്ചത്തിലെ അധോ ശക്തികളിലായിരിക്കാം, അല്ലെങ്കിൽ ആത്മീയ ലോകത്തിലെ ശക്തിയിലേക്കു മാറാം. ആകയാൽ ഭഗവത്ഗീതയിൽ 8-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു: ഏതൊരു തരം അസ്തിത്വത്തെ ഒരാൾ ശരീരത്യാഗസമയത്ത് സ്മരിക്കുന്നുവോ അടുത്ത ജന്മത്തിൽ അതേ നില തന്നെ പ്രാപിക്കുന്നു. സംശയമില്ല. ജീവിതത്തിൽ നാം ഭൗതികമായോ ആത്മീയമായോ ആയ ശക്തികളെക്കുറിച്ച് ചിന്തിച്ച് ശീലിച്ചിട്ടുണ്ട്. ഭൗതിക ശക്തിയിൽ നിന്ന് ആത്മീയ ശക്തിയിലേക്ക് നമ്മുടെ ചിന്തകളെ മാറ്റുന്നതെങ്ങനെ? ഭൗതിക ശക്തി കൊണ്ട് നമ്മുടെ ചിന്തകളെ പൂരിതമാക്കാൻ വർത്തമാനപത്രങ്ങൾ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, നോവലുകൾ തുടങ്ങി നിരവധി സാഹിത്യരൂപങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സാഹിത്യ വിഷയങ്ങളിൽ ലയിച്ചിരിക്കുന്ന നമ്മുടെ ചിന്തയെ വേദസാഹിത്യത്തിലേക്ക് മാറ്റിക്കൊണ്ടു പോകണം. മഹർഷിമാർ പുരാണങ്ങളെപ്പോലെ നിരവധി വേദസാഹിത്യകൃതികൾ രചിച്ചിട്ടുണ്ട്. പുരാണങ്ങൾ സാങ്കല്പികമല്ല, അവ ചരിത്രരേഖകളാണ്. ചൈതന്യാമൃതത്തിൽ താഴെ കൊടുത്ത ഒരു ശ്ലോകമുണ്ട്: വിസ്മൃതിയിലാണ്ട ജീവസത്തകൾ അല്ലെങ്കിൽ ബന്ധാത്മാക്കൾ പരമപുരുഷനുമായുള്ള അവരുടെ ബന്ധം മറന്ന് ഭൗതിക വൃത്തികളെ പറ്റിയുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുന്നു. ഇങ്ങനെയുള്ളവരുടെ ചിന്താശക്തിയെ ആത്മീയാകാശത്തിലേക്കു മാറ്റാൻ കൃഷ്ണദ്വൈപായന വ്യാസൻ അസംഖ്യം വേദസാഹിത്യകൃതികൾ നൽകിയിട്ടുണ്ട്. ആദ്യം അദ്ദേഹം വേദങ്ങളെ 4ആയി തിരിച്ചു. പിന്നീട് അവയെ പുരാണങ്ങളിലൂടെ വിവരിച്ചു. പിന്നീട് കുറെ കൂടി കഴിവ് കുറഞ്ഞവർക്ക് വേണ്ടി മഹാഭാരതം എഴുതി. മഹാഭാരതത്തിൽ ഭഗവത്ഗീത കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാവിധ സാഹിത്യ രൂപങ്ങളെയും വേദാന്ത സൂത്രത്തിൽ സംക്ഷേപിച്ചു. പിന്നീട് ഭാവി മാർഗനിർദ്ദേശങ്ങൾക്കു വേണ്ടി വേദാന്ത സൂത്രങ്ങളുടെ നൈസർഗിക ഭാഷ്യത്തെ ശ്രീമദ് ഭാഗവതം എന്ന പേരിൽ പ്രദാനം ചെയ്തു. നാം നമ്മുടെ മനസ്സിനെ ഈ വേദസാഹിത്യ പാരായണത്തിൽ വ്യാപൃതമാക്കണം. ഭൗതികവാദികൾ തന്നെ മനസ്സിനെ വർത്തമാനപത്രം, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, മറ്റു ഭൗതിക സാഹിത്യങ്ങൾ ഇവയുടെ പാരായണത്തിൽ വ്യാപൃതരാക്കുന്നതുപോലെ നാം നമ്മുടെ വായനയെ വ്യാസദേവദത്തമായ ഇത്തരം സാഹിത്യകൃതികളിലേക്ക് മാറ്റണം. അങ്ങനെ ആയാൽ നമുക്ക് മരണസമയത്ത് പരമപുരുഷനെ സ്മരിക്കാൻ സാധ്യമാകും. ഭഗവാൻ നിർദ്ദേശിക്കുന്ന ഒരേ ഒരു വഴി ഇതത്രേ. ഫലവും അദ്ദേഹം ഉറപ്പുതരുന്നു, സംശയമില്ല. ആകയാൽ അർജുന, നീ എല്ലായ്പ്പോഴും കൃഷ്ണൻ എന്ന രൂപത്തിൽ എന്നെ സ്മരിക്കുകയും സ്വധർമ്മമായ യുദ്ധം ചെയ്യുകയും വേണം. നിന്റെ പ്രവൃത്തികൾ എന്നിൽ അർപ്പിതമാവുകയും നിന്റെ മനസ്സും ബുദ്ധിയും എന്നിൽ സ്ഥിരമാവുകയും ചെയ്താൽ സംശയം വേണ്ട, നീ എന്നെ തന്നെ പ്രാപിക്കും. ഭഗവാനെ സ്മരിച്ച് സ്വന്തം ജോലി കൈവടിയാനല്ല അവിടുന്ന് അർജുനനെ ഉപദേശിക്കുന്നത്. ഇല്ല, ഭഗവാൻ ഒരിക്കലും അപ്രായോഗികമായ ഒന്നും നിർദ്ദേശിക്കുകയില്ല. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ശരീരസന്ധാരണത്തിന് പ്രവൃത്തി കൂടിയേ തീരൂ. പ്രവൃത്തി അനുസരിച്ച് 4 വിധത്തിൽ വിഭക്തമായിരിക്കുന്നു: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണവർഗം, അതായത് ബുദ്ധിമത് വിഭാഗം, ഒരു തരത്തിൽ പ്രവർത്തിക്കുന്നു. ക്ഷത്രിയവർഗം, അതായത് ഭരണവർഗം, മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്നു. വ്യാവസായിക വർഗവും തൊഴിലാളികളും അവരുടെ നിയതമായ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കുന്നു. മനുഷ്യ സമുദായത്തിൽ ഒരാൾ തൊഴിലാളിയാണെന്നിരിക്കട്ടെ, കച്ചവടക്കാരനാണെന്നിരിക്കട്ടെ, ഭരണകർത്താവായിരിക്കട്ടെ, കൃഷിക്കാരനായിരിക്കട്ടെ, എന്തിന് ഏറ്റവും ഉയർന്ന വർഗത്തിൽപ്പെട്ട സാഹിത്യകാരനോ ശാസ്ത്രജ്ഞനോ മതചിന്തകനോ ആയിരിക്കട്ടെ, സ്വന്തം നിലനിൽപ്പിന് ജോലി ചെയ്തേ മതിയാവൂ. അതുകൊണ്ട് ഭഗവാൻ അർജുനനോട് ജോലി ഉപേക്ഷിക്കേണ്ടതില്ല എന്ന് പറയുന്നു. എന്നാൽ ജോലിയിൽ വ്യാപൃതനായിരിക്കുമ്പോൾ തന്നെ കൃഷ്ണനെ മാം അനുസ്മരണ, എന്നെ സ്മരിക്കണം. ജീവസന്ധാരണത്തിന് പാടുപെടുന്ന സമയത്ത് ഭഗവാനെ സ്മരിച്ച് ശീലിച്ചില്ലെങ്കിൽ മരണസമയത്ത് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുകയില്ല. ചൈതന്യ മഹാപ്രഭുവും ഇതുതന്നെ ഉപദേശിക്കുന്നു. അവിടുന്ന് പറയുന്നു: എപ്പോഴും ഭഗവൻ നാമോച്ചാരണം ശീലിക്കണം. ഭഗവാനും ഭഗവൻ നാമവും വ്യത്യസ്തങ്ങളല്ല. ഭഗവാൻ കൃഷ്ണൻ്റെ എന്നെ സ്മരിക്കുക എന്ന ഉപദേശവും ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ എല്ലായ്പ്പോഴും ഭഗവാൻ കൃഷ്ണൻ്റെ തിരുനാമങ്ങൾ ജപിക്കുക എന്ന നിർദ്ദേശവും ഒന്നുതന്നെ. കൃഷ്ണനും കൃഷ്ണൻ്റെ നാമവും വ്യത്യസ്തങ്ങളല്ലെന്നറിഞ്ഞാൽ ഈ ഉപദേശങ്ങൾക്കും വ്യത്യാസമില്ല. നിരപേക്ഷ നിലയിൽ സൂചനയ്ക്കും സൂചിതനും തമ്മിൽ വ്യത്യാസമില്ല.
അതുകൊണ്ട് നാം 24 മണിക്കൂറും ഭഗവത് നാമോച്ചാരണത്തിലൂടെ ഭഗവത് സ്മരണ ശീലിക്കണം. നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ അവിടുത്തെ എല്ലായ്പ്പോഴും സ്മരിക്കാൻ പറ്റിയ വിധത്തിൽ രൂപകൽപ്പന ചെയ്തെടുക്കണം. ഇതെങ്ങനെ സാധിക്കും? ആചാര്യന്മാർ താഴെ പറയുന്ന ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഒരു വിവാഹിതയ്ക്ക് മറ്റൊരാളോട് അടുപ്പമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുരുഷന് സ്വഭാര്യയോടല്ലാതെ മറ്റൊരു സ്ത്രീയോട് ആസക്തിയുണ്ടെങ്കിൽ ആ ബന്ധം വളരെ ശക്തമാണെന്ന് പരിഗണിക്കാം. അത്തരം ബന്ധമുള്ള ഒരാൾ താൻ പ്രേമിക്കുന്ന ആളെപ്പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. കാമുകനെ കുറിച്ചാലോചിക്കുന്ന ഭാര്യ കുടുംബജോലികൾ ചെയ്യുമ്പോഴും കാമുക സംഘത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ അവൾ കുടുംബജോലികൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യും. ഭർത്താവ് തൻ്റെ ബന്ധത്തെപ്പറ്റി ഒരിക്കലും സംശയിക്കരുതല്ലോ. അതുപോലെ നാം എപ്പോഴും പരമകാമുകനായ ശ്രീകൃഷ്ണനെ സ്മരിക്കണം. അതേസമയം ഭൗതികമായ നമ്മുടെ കടമകൾ നിഷ്കൃഷ്ടമായി ചെയ്യുകയും വേണം. പ്രേമത്തിൻ്റെ ഒരു ഉത്കടഭാവമാണിവിടെ ആവശ്യം. പരമപുരുഷനായ ശ്രീഹരിയോട് ഉത്കടമായ പ്രേമമുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ സ്മരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ അത്തരമൊരു പ്രേമഭാവം നാം വളർത്തിയെടുക്കണം. ഉദാഹരണമായി, അർജുനൻ എപ്പോഴും കൃഷ്ണനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. കൃഷ്ണൻ്റെ സന്തത സഹചാരിയായിരുന്നു അദ്ദേഹം, അതേസമയം ഒരു യോദ്ധാവും. കൃഷ്ണൻ അർജുനന് ഒരിക്കലും യുദ്ധം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ്സു ചെയ്യാൻ ഉപദേശിച്ചില്ല. ഭഗവാൻ കൃഷ്ണൻ അർജുനന് യോഗ പദ്ധതി വിവരിച്ചു കൊടുത്തപ്പോൾ ഈ പദ്ധതി തനിക്ക് പരിശീലിക്കാവുന്നതല്ലെന്ന് അർജുനൻ പറഞ്ഞു, മധുസൂദന, അവിടുന്ന് ഇപ്പോൾ സംക്ഷിപ്തമായി പറഞ്ഞ യോഗ പദ്ധതി അപ്രായോഗികവും അസഹ്യവുമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മനസ്സ് ഇരിപ്പുറയ്ക്കാത്തതും ചഞ്ചലവുമാണ്. എന്നാൽ ഭഗവാൻ പറയുന്നു, പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എൻ്റെ ദിവ്യസേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയും. എന്നോട് ദൃഢതമമായ യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും എന്നാൽ എൻ്റെ പക്ഷമാകയാൽ ഭഗവാനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നവൻ ഒരേ സമയം തന്നെ ഏറ്റവും മഹാനായ യോഗിയാണ്, ഏറ്റവും ഉയർന്ന ജ്ഞാനിയുമാണ്, ഏറ്റവും മഹാനായ ഭക്തനുമാണ്. ക്ഷത്രിയനാകയാൽ യുദ്ധം കൈവിടുവാൻ അർജുനന് സാധ്യമല്ലെന്ന് ഭഗവാൻ പറയുന്നു. എന്നാൽ കൃഷ്ണനെ സ്മരിച്ച് യുദ്ധം ചെയ്താൽ അർജുനന് മരണസമയത്തും കൃഷ്ണനെ സ്മരിക്കാൻ കഴിയും. ഭഗവാനെ അതീന്ദ്രിയ പ്രേമത്തോടെ സേവിക്കാൻ പരിപൂർണമായ സമർപ്പണം കൂടിയേ തീരൂ. നാം നമ്മുടെ ശരീരം കൊണ്ടല്ല പ്രവർത്തിക്കുന്നത്, വാസ്തവത്തിൽ നമ്മുടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമാണ്. ആകയാൽ നമ്മുടെ മനസ്സും ബുദ്ധിയും ഭഗവത് സ്മരണയിൽ വ്യാപൃതമാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഇന്ദ്രിയങ്ങളും തൽസേവനത്തിൽ മുഴുകും. ഉപരിവിപ്ലവമായി ഇന്ദ്രിയ പ്രവൃത്തികൾ ഒന്നു തന്നെ ആയിരിക്കും, എങ്കിലും അവബോധം മാറിയിരിക്കും. എങ്ങനെ മനസ്സും ബുദ്ധിയും ഭഗവത് സ്മരണയിൽ നിർത്താം എന്ന് ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. അത് ഭഗവത് സാമ്രാജ്യത്തിലേക്ക് ഒരാളെ തന്നെത്താൻ മാറ്റും. മനസ്സ് കൃഷ്ണസേവനത്തിൽ മുഴുകിയാൽ ഇന്ദ്രിയങ്ങളും തനിയെ തന്നെ തത്സേവനത്തിൽ മുഴുകും. ഇതാണ് കല. ഇതുതന്നെയാണ് ഭഗവത്ഗീതയുടെ രഹസ്യവും, കൃഷ്ണസ്മരണയിൽ പരിപൂർണമായി മുഴുകിച്ചേരൽ. ആധുനിക മനുഷ്യർ ചന്ദ്രനിലെത്താൻ കഠിന ശ്രമം ചെയ്തിട്ടുണ്ട്, എന്നാൽ ആത്മീയമായി ഉയരാൻ കഠിനമായി ശ്രമിച്ചിട്ടില്ല. 50 വർഷത്തെ ജീവിതം ബാക്കിയുള്ള ഒരാൾ ആ ചെറിയ സമയം പരമദിവ്യോത്തമ പുരുഷ സ്മരണ അനുശീലിക്കാൻ ചെലവഴിക്കേണ്ടതാണ്. ഈ പരിശീലനമാണ് ഭക്തി പ്രക്രിയ. 9 പ്രക്രിയകൾ. അതിലേറ്റവും എളുപ്പം ശ്രവണം, അതായത് സാക്ഷാത്കാരം സിദ്ധിച്ച ഒരാളിൽ നിന്നുമുള്ള ഭഗവത്ഗീത ശ്രവണം ഒരാളുടെ ചിന്തകളെ പരമപുരുഷനിലേക്ക് തിരിച്ചുവിടും. ഇത് പരമപുരുഷ സ്മരണയിലേക്ക് നയിച്ച് ഒരാളെ ശരീരത്യാഗാനന്തരം ആത്മീയ ശരീരപ്രാപ്തിക്ക് അർഹനാക്കും. പരമപുരുഷ സഹചാരിത്വത്തിന് യോജിച്ചതായിരിക്കും അത്. ഭഗവാൻ വീണ്ടും അരുളി ചെയ്യുന്നു, പരമദിവ്യോത്തമ പുരുഷനായി എന്നെ ധ്യാനിക്കുന്നവൻ, മരണസ്മരണയിൽ നിരന്തരം വ്യാപൃതമായ മനസ്സോടു കൂടിയവൻ പദഭ്രഷ്ടനാകാതെ അർജുന തീർച്ചയായും എന്നെ പ്രാപിക്കുന്നു. ഇതൊരു വിഷയമേറിയ പ്രക്രിയയല്ല, പക്ഷേ ഒരു പരിചയസമ്പന്നനിൽ നിന്ന് ഇത് പഠിക്കണം. പരിശീലനം ചെയ്യുന്ന ഒരാളെ തന്നെ സമീപിക്കണം. മനസ്സ് എപ്പോഴും അവിടേക്കും ഇവിടേക്കും പായുകയാണ്. എങ്കിലും മനസ്സ് പരമപുരുഷനായ ശ്രീകൃഷ്ണൻ്റെ രൂപത്തിലോ അവിടുത്തെ നാമശബ്ദത്തിലോ ഏകാഗ്രമാക്കാൻ അനുശീലിക്കണം. സ്വാഭാവികമായും മനസ്സ് ചഞ്ചലമാണ്, അത് അങ്ങുമിങ്ങും പാഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിന് കൃഷ്ണശബ്ദ തരംഗത്തിൽ ഉറച്ചിരിക്കാൻ കഴിയും. അതുകൊണ്ട്
ആത്മീയ സാമ്രാജ്യത്തിൽ ആത്മീയ വ്യോമത്തിലുള്ള പരമദിവ്യോത്തമ പുരുഷനെ ധ്യാനിച്ച് അവിടുത്തെ പ്രാപിക്കണം. ആത്യന്തികമായ സാക്ഷാത്കാരത്തിൻ്റെ ആത്യന്തികമായ നേട്ടത്തിൻ്റെ വഴികൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിച്ചിട്ടുണ്ട്. വിജ്ഞാനത്തിൻ്റെ ആ കവാടങ്ങൾ ആർക്കു മുൻപിലും തുറന്നു കിടക്കുന്നു. ഒരാളെയും വിലക്കിയിട്ടില്ല. ഏതു വർഗത്തിൽപ്പെട്ടവർക്കും ഭഗവാൻ കൃഷ്ണനെ തൽസ്മരണയിലൂടെ സമീപിക്കാൻ കഴിയും. കാരണം അത് ശ്രവണമോ തൽസ്മരണയോ ഏവർക്കും സുസാധ്യമത്രേ. ഭഗവാൻ വീണ്ടും പറയുന്നു, അങ്ങനെ ഒരു കച്ചവടക്കാരനോ അധം പതിച്ച സ്ത്രീക്കോ തൊഴിലാളിക്കോ ജീവിതത്തിലെ ഏറ്റവും താണപടിയിൽ കിടക്കുന്ന മനുഷ്യജീവിക്കോ പോലും പരമപുരുഷനെ പ്രാപിക്കാൻ കഴിയുമെന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അതിന് ഉന്നതമായ മേധാശക്തിയൊന്നും ആവശ്യമില്ല. കാര്യമിതാണ്, ഭക്തിയോഗത്തിലെ തത്വങ്ങൾ അംഗീകരിച്ച് ഭഗവാനെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാക്കിയെടുക്കുന്ന ഒരാൾക്ക് ആത്മീയാകാശത്തിലിരിക്കുന്ന ഭഗവാനെ പ്രാപിക്കാൻ കഴിയും. ഭഗവത്ഗീതയിൽ കൊടുത്തിട്ടുള്ള തത്വങ്ങളെ സ്വീകരിക്കുന്ന ആൾക്ക് ജീവിതം പൂർണ്ണമാക്കാനും ജീവിത പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാനും കഴിയും. ഭഗവത്ഗീതയുടെ പൊരുൾ ഇതത്രേ. ചുരുക്കത്തിൽ ഭഗവത്ഗീത ഒരു അതീന്ദ്രിയ സാഹിത്യമാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം. ഗീതാശാസ്ത്രമിതം പുണ്യം യ. ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങൾ വേണ്ടവണ്ണം പിന്തുടരുന്നവർ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാകും. ജീവിതത്തിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും വിമുക്തരാകും. അടുത്ത ജന്മം ആത്മീയ ജീവിതം കൈവരിക്കുകയും ചെയ്യും. വേറെയും ഒരു നേട്ടമുണ്ട്. ആത്മാർത്ഥമായി ഗൗരവമായി ഭഗവത്ഗീത വായിക്കുന്ന ഒരാളെ ഭഗവത് കരുണയാൽ മുമ്പ് ചെയ്ത പാപങ്ങളുടെ ഫലം ബാധിക്കുകയില്ല. ഭഗവത്ഗീതയുടെ അവസാന ഭാഗത്ത് ഭഗവാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, എല്ലാ തരത്തിലുള്ള മതങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കുക. ഞാൻ നിങ്ങളെ എല്ലാ പാപഫലങ്ങളിൽ നിന്നും നിവർത്തിക്കാം. ഭയപ്പെടേണ്ട. അങ്ങനെ തന്നിലേക്ക് ആത്മസമർപ്പണം ചെയ്യുന്നവരുടെ എല്ലാ ഉത്തരവാദിത്വവും ഭഗവാൻ ഏറ്റെടുക്കും. അയാളെ പാപങ്ങളുടെ എല്ലാ ഫലങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യും. നിത്യവും ജലത്തിൽ സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്താം. എന്നാൽ ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ ഒരിക്കലെങ്കിലും സ്നാനം ചെയ്യുന്ന വ്യക്തിയുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുന്നു. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദേശിക്കപ്പെട്ടതാകയാൽ മറ്റൊരു വേദസാഹിത്യവും പഠിക്കേണ്ടതില്ല. ഭഗവത്ഗീത ശ്രദ്ധയോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി ശ്രവിക്കുകയും വായിക്കുകയും ചെയ്താൽ മതി. ഇന്നത്തെ കാലത്ത് ആളുകൾ ലൗകിക വ്യാപാരത്തിൽ അത്രയധികം മുഴുകിയിരിക്കുന്നതുകൊണ്ട് വേദസാഹിത്യം മുഴുവൻ വായിക്കുക അവർക്ക് അസാധ്യമത്രേ. എന്നാൽ അത് ആവശ്യമില്ല. ഈ ഒരൊറ്റ ഗ്രന്ഥം ഭഗവത്ഗീത മതി. കാരണം അത് എല്ലാ വേദസാഹിത്യങ്ങളുടെയും സാരസർവസ്വമാണ്. മാത്രവുമല്ല, പ്രത്യേകിച്ചും അത് പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദിഷ്ടവുമാണ്. അതുപോലെ ഗംഗാജലം പാനം ചെയ്യുന്നവർ മോക്ഷം പ്രാപിക്കുന്നു. ഭഗവത്ഗീതാമൃതം പാനം ചെയ്യുന്നവരെക്കുറിച്ച് പിന്നെ എന്തു പറയാൻ? മഹാഭാരതത്തിൻ്റെ സാരമൃതമത്രേ ഭഗവത്ഗീത. ആദിവിഷ്ണുവായ ഭഗവാൻ കൃഷ്ണൻ സ്വയം ഉപദേശിച്ചതാണത്. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷൻ്റെ മുഖനിർഗതമാണ്. ഗംഗ ഭഗവാന്റെ പാദപങ്കജ നിർഗതവുമാണ്. ഭഗവാന്റെ മുഖവും പാദവും തമ്മിൽ തീർച്ചയായും യാതൊരു വ്യത്യാസവുമില്ല. എങ്കിലും പക്ഷപാതമില്ലാത്ത ഒരു പഠനത്തിൽ ഭഗവത്ഗീത ഗംഗാജലത്തേക്കാൾ കുറെ കൂടി പ്രധാനമാണെന്ന് മനസ്സിലാക്കാം. ഗീതോപനിഷത്ത് ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരമാണ്. എല്ലാ ഉപനിഷത്തുക്കളും ഒരു പശുവിനെ പോലെയാണ്. ഗോപകുമാരനെന്നു പ്രശസ്തനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ പശുവിനെ കറക്കുന്നു. അർജുനൻ ഒരു പശുക്കിടാവിനെ പോലെയാണ്. പണ്ഡിതന്മാരും പരമഭക്തന്മാരും അമൃതതുല്യദുക്തമായ ഭഗവത്ഗീത പാനം ചെയ്യുന്നു. ഇക്കാലത്ത് ജനങ്ങൾ ഒരേയൊരു ധർമ്മഗ്രന്ഥത്തെയും ഒരേയൊരു ഈശ്വരനെയും ഒരേയൊരു മതത്തെയും ഒരേയൊരു പ്രവൃത്തിയും മാത്രം സ്വീകരിക്കുവാൻ ഉത്സുകരാണ്. ആകയാൽ ലോകത്തിന് പൊതുവായ ഏക ധർമ്മഗ്രന്ഥം ഭഗവത്ഗീത, ദേവകീപുത്രഗീതം, ഈ ഒരൊറ്റ ഗ്രന്ഥം അത് മാത്രമുണ്ടായിരിക്കട്ടെ. ആകയാൽ ഏകം ശാസ്ത്രം ദേവകീപുത്രഗീതം, ഒറ്റ ഗ്രന്ഥം മാത്രമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് പൊതുവായ ഏകധർമ്മഗ്രന്ഥം ഭഗവത്ഗീത. ഏകോ ദേവോ ദേവകീപുത്ര ഏവ, സമസ്ത വിശ്വത്തിനും ഒരേയൊരു ഈശ്വരൻ മാത്രമുണ്ടായിരിക്കട്ടെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഒരേ ഒരു മന്ത്രം, ഒരേ ഒരു പ്രാർത്ഥന, തൻ നാമസങ്കീർത്തനം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.
ഒരൊറ്റ പ്രവൃത്തി മാത്രമുണ്ടായിരിക്കട്ടെ: പരമദിവ്യോത്തമ പുരുഷ സേവനം. ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ അരുളിച്ചെയ്യുന്നു: ഈ പരമശാസ്ത്രം ശിഷ്യപരമ്പരയിലൂടെ ലഭ്യമായതും രാജർഷിമാർ അങ്ങനെ മനസ്സിലാക്കിയതുമാണ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഈ ആത്മീയ ഗുരുക്കന്മാരുടെ ശൃംഖലയുടെ ആദ്യ ഗുരു. ആ ശൃംഖല ഇന്നേ വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അറ്റുപോകാത്ത കമ്പി വൈദ്യുതി എത്തിക്കുന്നത് പോലെ മാനവരാശിയുടെ നേട്ടത്തിനായി ഈ അറ്റുപോകാത്ത ശിഷ്യപരമ്പര ഭഗവത്ഗീതയിലെ ആത്മീയ വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ. ദിവ്യപൂജ്യ ശ്രീ ശ്രീമദ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ, അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ സ്ഥാപകാചാര്യനും ആധുനിക ലോകം കണ്ട സർവോന്നതമായ കൃഷ്ണാവബോധ ശാസ്ത്ര പണ്ഡിതനുമാണ് അദ്ദേഹം. ഈ കലിയുഗത്തിൽ പ്രതിഭാശാലികളായ വ്യക്തികൾ സഹയോഗികളോടുകൂടിയുള്ള ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ നാമസങ്കീർത്തനം കൊണ്ട് ആരാധിക്കുന്നു. ധൃതരാഷ്ട്രർ പറഞ്ഞു: ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായ ഒന്നിച്ചുകൂടിയ എൻ്റെ മക്കളും പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു? ഇത് ഭഗവത്ഗീത അധ്യായം 1-ലെ 1-ാമത്തെ ശ്ലോകമാണ്. ഇനി ഭഗവത്ഗീത അധ്യായം 1-ലെ 14-ാമത്തെ ശ്ലോകം. ശ്രീകൃഷ്ണനും അർജുനനും തങ്ങളുടെ ദിവ്യമായ ശംഖുകൾ മുഴക്കുന്നു. ഭഗവത്ഗീത അധ്യായം 2-ലെ ശ്ലോകം 1. സഞ്ജയൻ പറഞ്ഞു: അങ്ങനെ കരുണാർദ്രനായി അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവനായ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ പറഞ്ഞു. അധ്യായം 2 ശ്ലോകം 13. ശരീരത്തിന് മാറ്റം സംഭവിക്കുന്നു, എന്നാൽ ആത്മാവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ചലച്ചിത്രത്തിൻ്റെ ഫിലിമിൽ ചിത്രങ്ങൾ പലതാണെങ്കിലും തിരശ്ശീലയിൽ ഒരു ചിത്രമായി കാണുന്നതുപോലെ നമ്മുടെ ശരീരം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നെങ്കിലും ഒരേ ശരീരമായി കാണപ്പെടുന്നു. ഭഗവത്ഗീത അധ്യായം 2-ലെ ശ്ലോകം 22. ഒരേ വൃക്ഷത്തിന്മേലാണ് രണ്ടുപേരും ഇരിക്കുന്നതെങ്കിലും ഭോക്താവായ പക്ഷി ഉത്കണ്ഠാകുലനും ദുഃഖിതനുമാണ്. എങ്കിലും പരമപ്രഭുവായ സുഹൃത്തിനു നേരെ ദൃഷ്ടി തിരിക്കാനും അദ്ദേഹത്തിൻ്റെ മഹിമകളറിയാനും ഇടവന്നാൽ ഉടനെ ക്ലേശിക്കുന്ന പക്ഷി എല്ലാ വ്യാകുലതകളിൽ നിന്നും മുക്തനാകും. അധ്യായം 3 ശ്ലോകം 37. രജോഗുണവുമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടാകുന്നതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണിങ്ങനെ പ്രേരിപ്പിക്കുന്നത്. എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തിലെ ശത്രു. അധ്യായം 4 ശ്ലോകം 7. എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു. ഭഗവാന് നിരവധി അതീന്ദ്രിയ രൂപങ്ങളുണ്ടെങ്കിലും അവയെല്ലാം പരമപുരുഷനായ ഭഗവാൻ തന്നെയാണ്. അധ്യായം 5 ശ്ലോകം 18. വിദ്വാനും വിനീതനുമായ സാധു പണ്ഡിതനായ ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും പട്ടിയെയും ചണ്ഡാളനെയും സമഭാവനയോടെ ദർശിക്കുന്നു. അധ്യായം 5 ശ്ലോകം 27. സമ്പൂർണ്ണ യോഗസാധന ഏകാഗ്ര മനസ്സോടുകൂടി ഭഗവാനെ ധ്യാനിക്കുകയും അദ്ദേഹത്തെ തന്നെ പരമലക്ഷ്യമായി കരുതുകയും ചെയ്യുക എന്നതാണ്. അധ്യായം 11 ശ്ലോകം 35. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിശ്വരൂപം കണ്ടിട്ട് അർജുനൻ കൈകൂപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അധ്യായം 12 ശ്ലോകം 6. എന്നെ എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ട് സർവകർമ്മങ്ങളെയും എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നിൽ മനസ്സ് അചഞ്ചലമായി ഊന്നിക്കൊണ്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടു പോരുന്നവരെ ഞാൻ വേഗത്തിൽ ജനനമരണങ്ങളുടെ ഈ സമുദ്രത്തിൽ നിന്ന് കരകയറ്റും. അധ്യായം 13 ശ്ലോകം 15. സർവേന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനമാണ് പരമാത്മാവ്. എന്നിരുന്നാലും അവിടത്തേക്ക് ഇന്ദ്രിയങ്ങളില്ല. സകല ജീവജാലങ്ങളെയും നിലനിർത്തി പോരുന്നെങ്കിലും അനാസക്തനാണ്. ത്രിഗുണാതീതനും അതേസമയം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനനുമാണ് അദ്ദേഹം. അധ്യായം 16 ശ്ലോകം 4. ഗർവം, അഹങ്കാരം, അഭിമാനം, ക്രോധം, പൗരുഷ്യം, അജ്ഞാനം എന്നിവ അസുരഗുണങ്ങളാണ്. ശ്യാമസുന്ദരനായ ശ്രീകൃഷ്ണൻ്റെ നിറം മേഘത്തിൻ്റേതാണ്. കൃഷ്ണൻ്റെ കമലതുല്യമായ മുഖം തേജസ്സുറ്റതാണ്. കൃഷ്ണൻ പരിനിധാനം ആഭരണങ്ങളെ കൊണ്ട് ശോഭിക്കുകയും ശരീരം പുഷ്പഹാര അലങ്കാരവുമാണ്. കൃഷ്ണൻ യഥാർത്ഥ യോഗിയുമാണ്, ധ്യാന വിഷയവുമാണ്.
ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.